എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ റീഡിങ് നമുക്ക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് തന്നെയാണ്. ആസ് യൂഷ്വൽ നിങ്ങളുടെ എനർജി കണക്ഷൻ ഏത് ലെവലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എനർജീസ് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്, എവിടെയെങ്കിലും ക്രോസ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസിനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. അതേപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും എനർജറ്റിക്കലി എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു തരും. അവരുടെ പരസ്പരമുള്ള എനർജി എനിക്കൊന്ന് പറഞ്ഞു തരും ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും എനർജറ്റിക്കലി എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സും അവരുടെ പേഴ്സണും എനർജറ്റിക്കലി എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു തരൂ. ലവേഴ്സാണ് വീണത് കേട്ടോ. ആൻഡ് 6 of Cups. രണ്ടുപേരുടെ പരസ്പരമുള്ള എനർജി കണക്ഷൻ എവിടെയെങ്കിലും ക്രോസ് ആവുന്നുണ്ടോ, എത്രത്തോളം എനർജറ്റിക്കലി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു തരുക. ഇതാദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സണുള്ള കാർഡ്സാണ്. ടവർ, 9 of Cups, 3 of Cups, 4 of Pentacles, okay, King of Cups, Hierophant, Death, Rebirth, Clarify Tower, Clarify Tower, Clarify Tower. Seven of Cups. ശരി, നിങ്ങൾക്കായിട്ട് കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും എനർജറ്റിക്കലി എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നൊന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സും അവരുടെ പേഴ്സണും എനർജറ്റിക്കലി എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു തരൂ. അവരുടെ എനർജീസ് എവിടെയെങ്കിലും ക്രോസ് ആവുന്നുണ്ടോ എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയുള്ള കാർഡ്സാണ് എനിക്കിനി വേണ്ടത്. Star, 3 of Cups, okay, 4 of Pentacles, Queen of Cups, 2 of Cups, ശരി, Wheel of Fortune, 9 of Pentacles, Sun, Temperance, King of Cups. രണ്ടുപേരും തന്നെ രണ്ടുപേരുടെ എനർജി കണക്ഷൻ വരുന്ന കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. ആൻഡ് ഒരേ ഒരു കാർഡ് കൂടി എടുക്കാം. 10 of Cups കേട്ടോ, നിങ്ങൾക്കായിട്ടുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസിൽ കാണുന്നത് സ്നേഹം, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതൊക്കെ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നു. നിങ്ങളവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് തീർച്ചയായിട്ടും. അതോടൊപ്പം നിങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സൗഹൃദവും നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തും പരസ്പരം തുറന്ന് പറയാവുന്ന ലെവലിലുള്ളൊരു സൗഹൃദം നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം കീപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങളെ പ്രതി അവർ പ്രൊട്ടക്റ്റീവാണ്, പൊസസീവാണ്. ഓക്കെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ശ്രദ്ധ, അവരുടെ ഒരു കണ്ണ് ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപകടമൊന്നും പറ്റരുത്, നിങ്ങൾ സേഫായിരിക്കണം, മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ പലരും ഒരു ഓൾറെഡി ഒരു സ്പൗസ് ഉള്ള ആൾക്കാരായിട്ട് കാണുന്നു കേട്ടോ. ഒരു പാരലൽ ഫാമിലി അവർക്കുള്ളതായിട്ട് കാണുന്നു പലരുടെയും ലൈഫിൽ. ഓക്കെ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയ ടവർ മൂമെൻറ്റുകൾ കൂടി നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ടവർ മൂവ്മെൻറ്റ് അവർ സ്വയം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു ടവർ മൂവ്മെൻറ്റാണ്. ഓക്കെ, നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും കേട്ടോ.
വരുമ്പോൾ സംസാരിക്കുമ്പോൾ വളരെ നന്നായി സംസാരിക്കുകയും ഇടപെടുകയും അതിഭയങ്കരമായ സൗഹൃദം സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇടയിൽ അവർ ഒരു ബ്രേക്ക് എടുത്തങ്ങ് പോവും. ഇടയിൽ നിങ്ങൾ ചില ദിവസം നന്നായി സംസാരിക്കും, ചില ദിവസം നിങ്ങൾക്ക് ഡൗട്ട് വരും ഇവരെന്താ ഇങ്ങനെ എന്നുള്ളത്. ഒരു ഓൺ ആൻഡ് ഓഫ് പോലൊരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നു. കാരണം എന്താണ്, അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ്, സൊസൈറ്റി എന്ത് പറയും എന്നുള്ള ചിന്ത, കുടുംബം എന്ത് പറയും എന്നുള്ള ചിന്ത, അതെല്ലാം അവരെ പലതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു എന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്നിരുന്നാലും അവർ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടന്ന മനസ്സിനെ പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ തടസ്സത്തിൽ നിന്നും മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുകയല്ല, കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റൂല. ഓക്കെ, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ചില സമയത്ത് വല്ലാത്ത ഒരു ഭയത്തിലേക്കും എല്ലാം അവർ പോകുന്നത് പോലൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇന്ന് കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെയും വിടാൻ വയ്യ, അപ്പുറത്തും വിടാൻ വയ്യ. സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടുള്ള ചിന്ത ഒരു വശത്ത്, കുടുംബം എന്നുള്ള ചിന്ത ഒരു വശത്ത്, നിങ്ങളെ ഒട്ടും വിടാനും വയ്യ. നിങ്ങൾ അവരുടെ മനസ്സിൽ അങ്ങ് ഉറച്ചു പോയി, അത് കാരണം നിങ്ങളെയും വിടാൻ വയ്യ. അങ്ങനെ ഒരു ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. വളരെയധികം സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് പോകണമെന്ന് അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചുറ്റിനും ഗോപ്യമായിട്ട് ആരും അറിയാതെ സൊസൈറ്റിയിൽ നിന്നെല്ലാം വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കൂടുതൽ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളെ അവരുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓൾറെഡി മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് വേറൊരു ഫാമിലി ഉള്ളപ്പോൾ അത് പാരലായിട്ട് മാത്രമല്ലേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ ജഗ്ല് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാതെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, സങ്കടം തോന്നാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ എത്തി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പലർക്കും ലോങ് ഡിസ്റ്റൻസ് ആണെന്നും കാണുന്നു കേട്ടോ. ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വല്ലാത്ത ടെൻഷൻ തോന്നാറുണ്ട്. ലോങ് റണ്ണിൽ ഈ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊക്കെയുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട് അവർ. എന്ത് ജഗ്ലിങ് ആയാലും എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പം കാണണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഓക്കെ, കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയുമാണ് എങ്ങനെയാണ് കാണുന്നത്. എപ്പോഴും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, മെസ്സേജ് അയക്കണം, നിങ്ങളുടെ മെസ്സേജസ് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്ന് അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വല്ലാത്തൊരു കണക്ഷൻ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്, സ്ട്രെസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അല്ലേ. പ്രശ്നങ്ങളെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമെന്ന് ഓർത്തിട്ട് അവർക്ക് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. രണ്ട് റിലേഷൻഷിപ്പും ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെയും കൂടെയാണ്. അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് റൊമാൻറ്റിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. റീയൂണിയന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജിയോ തിരിച്ചങ്ങോട്ടുള്ള എനർജി എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള താരമാണ്. ഓക്കെ, നിങ്ങൾക്ക് റീയൂണിയൻ എന്നും വേണം. റീയൂണിയൻ എപ്പോഴും വേണം, എന്നും കാണണം, എന്നും സംസാരിക്കണം, അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുള്ളത്. നിങ്ങൾ ഓൾറെഡി അവരെ പ്രതി വല്ലാത്ത ഇമോഷണൽ എന്താ പറയുക കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളാണ്. അവിടെയും നിങ്ങൾ അവർ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും നിങ്ങളുടെ റീഡിങ്ങിലും വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളും അവരെ പ്രതി പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ്. പരസ്പരം ഒരു ഫെമിനൈൻ പ്രൊട്ടക്റ്റീവ് എനർജിയും മാസ്കുലൈൻ പ്രൊട്ടക്റ്റീവ് എനർജിയും രണ്ടും തന്നെ ഉള്ളതായിട്ട് കാണുന്നു.
വളരെയധികം കെയർ ചെയ്ത് വളരെയധികം സ്നേഹിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ട്. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ അവർ നിങ്ങളുടെ പാർട്ട്ണറാണ്. ഓക്കെ, നിങ്ങളും അവരോട് അതേപോലെ തിരിച്ചങ്ങോട്ടും വളരെയധികം സൗഹൃദം കീപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഒരുവിധം എല്ലാം തന്നെ മിറർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതായിട്ടും കാണുന്നു. പക്ഷെ നിങ്ങളും അവരെ പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനോടും 100% കമ്മിറ്റഡ് ആണ് എന്നും കാണുന്നു കേട്ടോ. കുടുംബത്തിനെ ഇട്ടെറിഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് ഒരു റിലേഷനിലേക്ക് ഇറങ്ങിപ്പോവാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് നിങ്ങൾ 100% ന്യായം പുലർത്തണമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിന് നേരെ മുഖം തിരിച്ചിട്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. കുടുംബം നിങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടത് തന്നെയാണ്. ഒരു ബാലൻസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെയും ആഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ജോലിയിലേക്ക് 100% ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതേപോലെ സെൽഫ് ലവ്, എന്താ പറയുക, കോൺഫിഡൻസ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ജോലിയിൽ 100% കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും കാണുന്നു. ഒരാളെ നോക്കുമ്പോൾ ഇവരെന്തൊരു ഹാപ്പിയാണ് എന്നേ തോന്നുള്ളൂ. അതുപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനും ചിരിച്ചുകൊണ്ടിരിക്കാനും മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കാനും എല്ലാം നിങ്ങൾ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ പേഴ്സണും അതേ സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയെല്ലാം നിങ്ങളും ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് വല്ലാത്തൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുള്ളത്. ഒരമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ അങ്ങനെ ലാളിച്ച് നിർത്താനാണ് നിങ്ങൾക്ക് ആഗ്രഹം അവരെ. ഓക്കെ, വളരെ പാമ്പറിങ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ ഭയങ്കര സ്വീറ്റായിട്ട് സ്വതേ സ്വീറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ നന്നായി സംസാരിക്കുന്ന, സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് അവരോട് അതിഭയങ്കരമായ സ്നേഹം തന്നെയാണ്. ഏസ് ഓഫ് കപ്സ്. ഓക്കെ, അതിതീവ്രമായ സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് തോന്നാറുള്ളത് എന്നും കാണുന്നുണ്ട് കേട്ടോ. അവിടെയും നിങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് മിററിങ് എനർജി തന്നെയാണ് രണ്ടുപേരുടെയും. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനെ എല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് വാൻഡ്സ്, കമ്മ്യൂണിക്കേഷൻ. അവരെ പോലെ തന്നെ നിങ്ങളും ഇവരുടെ അടുത്ത് തുടർച്ചയായിട്ട് സംസാരിക്കണം, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം എന്ന് വളരെ തീവ്രമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരുമായിട്ട് റൊമാൻറ്റിക്കലി എന്നും കണക്റ്റഡ് ആയിരിക്കണം. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഇടയിൽ വേണം എന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവരുടെ നിങ്ങളും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ഷമയുണ്ട്. അവരെക്കാളും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കണ്ടറിയാനും ഉള്ള കുറച്ചുകൂടെ ക്ഷമ അവരെക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. പ്രാക്ടിക്കൽ സൈഡ് കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡെവിളിഷ് എനർജിയാണ്, അന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജിയാണ്, ഒരു മാഗ്നറ്റിക് പുള്ള് രണ്ടുപേരും തന്നെ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് എന്ന് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അവരെക്കാൾ ഒരു പടി ധൈര്യം കൂടുതൽ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അവരെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ 24 മണിക്കൂറും. നിങ്ങൾക്ക് കൂടുതലായിട്ടും ബട്ടർഫ്ലൈസ് ഒക്കെ കാണാറുണ്ടായിരിക്കും. ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ് കാണുക, എസ്പെഷ്യലി വൈറ്റ് ബട്ടർഫ്ലൈ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈ, അങ്ങനെയൊക്കെ കുറേ യെല്ലോ ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറേ കൂടുതലായിട്ട് നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഏഞ്ചൽ നമ്പേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ അതുകൊണ്ട് തന്നെ ലൈഫിൽ വരും എന്ന് നിങ്ങൾ ആലോചിക്കുന്നു കേട്ടോ. നിങ്ങളും ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ ഒരുപാട് സ്നേഹം വെച്ച്, എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്ത് നെക്സ്റ്റ് ആക്ഷനാണ്
വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ വ്യൂവേഴ്സിന് എന്തെങ്കിലും രീതിയിലുള്ള നെക്സ്റ്റ് ആക്ഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? Justice, good. Moon, Seven of Swords, Page of Pentacles, Hanged Man, Six of Wands, Hierophant, King of Pentacles, Four of Wands, Clarify Hanged Man, Clarify Hanged Man, Clarify Hanged Man. Seven of Swords, clarify Seven of Swords, clarify Seven of Swords, Two of Cups. നിങ്ങളുടെ പേഴ്സൺ ഓൺ ആൻഡ് ഓഫ് നിങ്ങളെ വന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഓൺ ആൻഡ് ഓഫ് റിയൂണിയൻ ഉണ്ടാകും, വരും, കാണും, തിരിച്ചു പോകും, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇടയ്ക്ക് വല്ലാത്ത ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഒരു ഫോം കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ട് നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവർ പരമാവധി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വഴിയോ മെസ്സേജ് വഴിയോ അതേപോലെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവർ നിങ്ങളുടെ ഇത് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയെല്ലാം കാണുന്നു. ഓക്കെ, ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ടോട്ടലി സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഹെറോഫൻ്റ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ പലർക്കും അവിടെ കുടുംബം ഉള്ളതായിട്ടും അതേപോലെ റെസ്പോൺസിബിലിറ്റീസ് ഫൈനാൻഷ്യലി ആയാലും അല്ലാതെയും ഉള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഒരുപാടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നതായിട്ടും കാണുന്നു. ഓക്കെ, എന്താ പറയുക, വല്ലാത്ത ടെൻഷൻസ് വരുമ്പോഴത്തേക്കും മെഡിറ്റേഷൻസ് ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക, അങ്ങനെയൊക്കെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. കുറേ അധികം പേര് ടാരോ റീഡിങ് നല്ലതായി തന്നെ കാണുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ടാരോ കാണാറുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോത്സ്യനെ കണ്ടിട്ട് പരിഹാരങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. ഹീലിംഗ് ചെയ്യാറുണ്ടായിരിക്കും. മെഡിറ്റേഷൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന അമ്പലങ്ങൾ, പള്ളികളെല്ലാം കൂടുതലായിട്ട് അവർ വിസിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതേപോലെ ഇവർക്ക് ഒരു മെൻറ്റർ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരെ നേർവഴിക്ക് നയിക്കാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റഡ് ആയതുപോലെ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായിട്ട് അതേപോലെ ഒരു ടാരോ റീഡർ ആയിരിക്കാം, ജ്യോതിഷപരമായിട്ടുള്ള വ്യക്തികളായിരിക്കാം, ന്യൂമറോളജിസ്റ്റ് ആയിരിക്കാം, അങ്ങനെ എന്തോ ഇവരെ സ്പിരിച്വലായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇവർ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുള്ള വ്യക്തിയാണ്. ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് ആക്ഷനിൽ. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ സ്റ്റക്നെസ് മാറി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവർ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞ് അവരുടെ മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട്, പലർക്കും വിവാഹം വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അവിടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിവാഹം തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഒരു പുതിയ ജീവിതം അവർ നിങ്ങളുമായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്ന ഒരു 3 കാർഡ് കൂടി എടുക്കാം. ഓക്കെ, ജോലിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതായിട്ടും അവിടെ ബിസിയാണ്. അവിടെ ബിസിയായിരുന്ന് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് എഫേർട്സ് വേണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. പലർക്ക് കോൾ, മെസ്സേജ്, നേരിട്ട് വന്ന് കാണുകയോ എല്ലാം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളോട്ട് വേണം എന്ന് തന്നെയാണ് അവർ
ചിന്തിക്കുന്നത്. അവരുടെ എനർജിയിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള ചിന്ത തന്നെയാണ്. അവിടെ ജഗ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജഗ്ലിംഗ് നിന്നും മാറി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. സമയമെടുക്കും, കാരണം പ്രസൻറ്റ് ഹീലിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെയാലും അൾട്ടിമേറ്റ് റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്ത് തന്നെയാണ്? കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്താലേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.